എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും CEV വ്ളോഗ്സിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സീരീസിലെ സിംഗപ്പൂർ കാഴ്ചകളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ആദ്യം മലേഷ്യ കാണിച്ചു കഴിഞ്ഞു, ഇനി സിംഗപ്പൂർ കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ്. സിംഗപ്പൂരിൻ്റെ ഐക്കണിക് ആയിട്ടുള്ള നമ്മുടെ ലയണിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. കുട്ടിയായിരുന്നപ്പോൾ മുതൽ കാണുന്ന ഒരു കാഴ്ച ഇപ്പോൾ നേരിട്ട് കാണുകയാണ്. പടങ്ങളിൽ മാത്രം അല്ലെങ്കിൽ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കാഴ്ച ഇപ്പോൾ നേരിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിംഗപ്പൂരിലെ ഐക്കണിക് ആയിട്ടുള്ള നമ്മുടെ ലയൺ വെള്ളം തുപ്പിക്കൊണ്ട് നിൽക്കുന്നത് അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ജീവിതത്തിലെ ഒരു അസുലഭ സന്ദർഭമാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ടൂറിലെ പ്രധാനപ്പെട്ട ആകർഷണം ഇത് തന്നെയായിരുന്നു, സിംഗപ്പൂരിൽ വരിക. ഏതായാലും നമ്മുടെ ആഗ്രഹം സാധിച്ചു. സിംഗപ്പൂരിലെ വെള്ളം തുപ്പുന്ന ലയണിനെ കണ്ട് ആഗ്രഹം സാധിച്ചെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഈ സിംഹം എന്നെ നിരാശപ്പെടുത്തുക തന്നെയാണ് ഉണ്ടായത്. കാരണം ഞാൻ നേരിട്ട് കാണുമ്പോൾ വളരെ വലിയ ഒരു ഹ്യൂജായിട്ടുള്ള ഒരു സിംഹത്തിൻ്റെ ഒരു രൂപമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് വളരെ ചെറിയ ഒരു രൂപമാണ്. ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ ചെറിയ രൂപമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ എന്തായാലും ആ സിംഹത്തിൻ്റെ ഏകദേശം അടുത്തേക്ക് പോവുകയാണ്. ഇത് സിംഹത്തിൻ്റെ ചെറിയൊരു രൂപം വേറെ അവിടെ വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കണ്ടത്. ഞങ്ങളുടെ ഗൈഡ് പോള് അങ്ങനെ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണുള്ളത് എന്നൊക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ധാരാളം ജനം വന്ന് കൂടിയിട്ടുണ്ട്. ടൂറിസ്റ്റുകളുടെ പ്രധാന ആകർഷണമായി കാണുന്ന മെർലൈൻ പാർക്കാണ് ഈ കാണുന്നത്. ഞങ്ങളും ഈ പാർക്ക് തന്നെയാണ് ആദ്യം കാണാനായി തിരഞ്ഞെടുത്തത്. രാവിലെ തന്നെ ഇവിടെ എത്തുകയും ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് സിംഗപ്പൂരിലെ മറ്റ് കാഴ്ചകളൊക്കെ കാണാൻ പോയത്. നമ്മുടെ ഗൈഡ് നമ്മുടെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു തരികയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സത്യത്തിൽ ഇതിലും വലിയ ഒരു രൂപമാണ് പ്രതീക്ഷിച്ചത്. ഇത് ഭീമാകാരമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സിംഗപ്പൂരിൻ്റെ ഒരു ഐക്കണിക്കായിട്ടുള്ള ഒരു സിംഹരൂപം എന്ന നിലയ്ക്ക് ഇത് ആകർഷകം തന്നെയാണ്. പക്ഷേ ഇതിനേക്കാൾ ആകർഷകമായ മറ്റ് കാഴ്ചകൾ ദൂരെ കാണുന്ന ആ കാഴ്ച തന്നെ. ഒരു വലിയ കപ്പൽ 3 തൂണുകളിൽ ഉയർത്തി നിർത്തിയതുപോലുള്ള സാൻസ്കൈ പാർക്ക്, അവിടേക്കാണ് ഞങ്ങൾ രണ്ടാമത് പോയത്. അത് എന്നെ വല്ലാതെ ആകർഷിക്കുകയും ചെയ്തു. അതായത് വലിയൊരു കപ്പൽ 3 തൂണുകളിൽ ഉയർത്തി വെച്ചതുപോലുള്ള ഒരു സംവിധാനമാണത്. നല്ല കാഴ്ചയാണ്. ഈ തൂണുകളൊക്കെ തന്നെ 3 തൂണുകൾ എന്ന് പറഞ്ഞാലും അത് വലിയ ബിൽഡിങ്ങുകളാണ്. അതിലൊരുപാട് നിലകളുണ്ട്, ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടാമത് ഈ സ്ഥലത്തേക്കാണ് പോയത്. സിംഗപ്പൂരിൻ്റെ ഇതാണ് മറ്റൊരു കാഴ്ച. വലിയ വലിയ ബാങ്കുകളുടെയൊക്കെ ആസ്ഥാനം സിംഗപ്പൂരിലാണെന്ന് കേട്ടിട്ടില്ലേ? അവയുടെ കെട്ടിടങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ട്. അത്യാവശ്യം ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന് സമയമില്ലാത്തത് കൊണ്ടാകാം ഞങ്ങളുടെ പാക്കേജിനകത്ത് അത് ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത കാഴ്ചയിലേക്ക് നീങ്ങുകയാണ്. ദൂരെ കാണുന്ന ആ കാഴ്ച, അതിനെപ്പറ്റി നമ്മുടെ പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പോകുന്ന വഴിയിലാണ് ഞങ്ങൾ ഒരു ബുദ്ധക്ഷേത്രത്തിൽ കയറിയത്. അതിൻ്റെ ചെറിയ കാഴ്ചകൾ കൂടി കണ്ടിട്ട് നമുക്ക് സാൻസ്കൈ പാർക്കിലേക്ക് പോകാം. ഈ ബുദ്ധക്ഷേത്രം അകത്ത് കയറി ഫോട്ടോയും വീഡിയോയൊന്നും എടുക്കാൻ അവർ അനുവദിക്കില്ല. പക്ഷേ അതിൻ്റെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ചിത്രങ്ങൾ എടുക്കാം. അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിൽ ഒരു തൊട്ടിയിൽ നിന്നും വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ കിണറ്റിലേക്ക് നാണയം എറിഞ്ഞതിന് ശേഷം മണിയടിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. അപ്പോൾ ധനസമ്പാദനം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസം അവിടെ ഉള്ളത് കൊണ്ട് എല്ലാവരും അത് ചെയ്തു. എൻ്റെ മകനും അതുപോലെ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ധനവാനാകട്ടെ.
മനോഹരമായ ഒരു സ്ട്രീറ്റിലാണ് ഈ ബുദ്ധക്ഷേത്രം. ഈ ബുദ്ധക്ഷേത്രത്തിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇറങ്ങി ഞങ്ങൾ അടുത്ത കാഴ്ചയിലേക്ക് പോവുകയാണ്. സാൻഡ് സ്കൈ പാർക്ക് ഒബ്സർവേഷൻ ഡെക്ക്, അതായത് കപ്പലിൻ്റെ ഒരു ഡെക്ക് ഉയർത്തി വെച്ചതുപോലുള്ള ഒരു രൂപം. പ്രവേശിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു എസ്കലേറ്ററിൻ്റെ താഴെ പോയിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. താഴെ നിന്ന് ലിഫ്റ്റിൽ കയറി മുകളിലെത്തുമ്പോൾ നമ്മൾ എത്തുന്നത് കപ്പലിൻ്റെ ഡെക്കിലേക്കുള്ള ഒരു കോറിഡോറിലാണ്. ഈ കോറിഡോറിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ സിംഗപ്പൂരിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. താഴെ വെള്ളം തുപ്പിക്കൊണ്ട് നിൽക്കുന്ന ലയണിനെ കാണാം. ഞങ്ങൾ ആകപ്പാടെ നല്ല എക്സൈറ്റ്മെന്റിൽ എത്തിയിരിക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട്. അങ്ങ് ദൂരെ നമ്മുടെ ലയൺ വെള്ളം തുപ്പിക്കൊണ്ട് നിൽക്കുന്നത് കാണാം. രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി, ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്നു. ആ കാഴ്ചകളൊക്കെ നമുക്ക് ക്യാമറയിൽ ഒപ്പിയെടുക്കാം. സിംഗപ്പൂർ നഗരത്തിൻ്റെ മുഴുവൻ കാഴ്ചകളും നമുക്ക് ഒരു ആകാശ ദൃശ്യം നമുക്ക് കാണാം. ഇവിടെ നിന്ന് നമ്മൾ നടന്നു ചെല്ലുമ്പോൾ കപ്പലിൻ്റെ ഡെക്കിലാണ് എത്തുന്നത്. വിശാലമായ ഡെക്കിൽ നല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് കാറ്റും നല്ല സുഖശീതളമായ കാറ്റ് ഏറ്റങ്ങനെ നിൽക്കാം. പല നിലകളായിട്ട് കപ്പലിൻ്റെ ഡെക്ക് നമുക്ക് കാണാം. മുകളിലേക്ക് വീണ്ടും 2 നില കൂടിയുണ്ട്. ഈ കപ്പൽ പൊക്കി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഈ സ്കൈ പാർക്ക്. 2 ഡൂം പോലെ അല്ലേ? അവിടെ നമ്മൾ വൈകുന്നേരം പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സിംഗപ്പൂരിന്റെ ഏറ്റവും വലിയ വരുമാനം ഈ പോർട്ടിൽ നിന്നാണെന്നല്ലേ? സിംഗപ്പൂരിന്റെ ഏറ്റവും വലിയ വരുമാനം ഈ പോർട്ടിൽ നിന്നാണ്. ഈ കപ്പലുകൾ, സാധനങ്ങൾ ട്രാൻസ്പോർട്ടിങ്, എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ്. ഈവനിങ് പാർട്ടിക്കുള്ള മദ്യക്കുപ്പികളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് മുകളിലത്തെ തട്ടില്. ഇവിടെയൊന്നും നമുക്ക് പ്രവേശനമില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ ക്ലബൊക്കെ അവർക്കുള്ള മെമ്പേഴ്സിനുള്ള സംവിധാനങ്ങളൊക്കെ ആയിരിക്കാം. ഇതിന് മുകളിലേക്ക് നമുക്ക് കയറി ഫോട്ടോ ഒക്കെ എടുക്കാമെങ്കിലും ഇതിനുള്ളിൽ, ഈ കെട്ടിടത്തിനുള്ളിൽ, ഈ കാണുന്ന കെട്ടിടത്തിനുള്ളിലേക്കൊന്നും പ്രവേശിക്കാൻ നമുക്ക് അനുവാദമില്ല. സ്വിമ്മിംഗ് പൂളും ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഞങ്ങൾ ഏതായാലും കാഴ്ചകളൊക്കെ കണ്ട് താഴെ ഇറങ്ങി മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ചയാണിത്. കപ്പൽ എങ്ങനെ ഉയർന്നു നിൽക്കുന്നു. എന്തായാലും ഒരു അത്ഭുതാവഹമായ കാഴ്ച തന്നെയാണിത്. ഞങ്ങൾ അടുത്ത കാഴ്ചയിലേക്ക് പോവുകയാണ്. സോവനീറുകളും പെർഫ്യൂമും മറ്റുമൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലേക്കാണ് പിന്നീട് പോയത്. വളരെ ലാഭകരമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഓഫർ വിലയ്ക്ക് ഇവിടെ പെർഫ്യൂമും സോവനീറുകളും സ്റ്റേഷനറി സാധനങ്ങളും വസ്ത്രങ്ങളും ഒക്കെ തന്നെ കിട്ടും. എല്ലാം കോംബോ ഓഫറുകളാണ്. 2 എണ്ണം എടുത്താൽ വിലക്കുറവ്, അങ്ങനെയൊക്കെയുള്ള ഓഫറുകൾ ഉള്ളതിനാൽ കുറേ സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങി. ഹോട്ടലിലെത്തി വിശ്രമിച്ചതിന് ശേഷം വൈകുന്നേരമാണ് ഞങ്ങൾ ഗാർഡൻ ബൈ ദി ബേ എന്ന് പറയുന്ന
ആ കാഴ്ചയിലേക്ക് എത്തിയത്. നമ്മൾ രാവിലെ കപ്പലിൻ്റെ ഡെക്കിൽ നിന്ന് കണ്ട ആ ഫ്ലവർ ഡൂം അവിടെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ കയറുമ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ രൂപത്തിൽ കമ്പി കൊണ്ട് നിർമ്മിച്ച ചില വലിയ രൂപങ്ങൾ കാണാം. ഇത് സത്യത്തിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം പിടികിട്ടിയില്ല. പക്ഷേ രാത്രിയായപ്പോഴാണ് ഇതിൻ്റെ മനോഹരമായ കാഴ്ച. അത് നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ പകൽ കാഴ്ചകളാണ്, വൈകുന്നേരത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മളിവിടുത്തെ ഗാർഡനൊക്കെ കണ്ട് തിരിച്ചിറങ്ങി കഴിയുമ്പോൾ വളരെ വിചിത്രമായ ഒരു കാഴ്ച നമുക്ക് കാണാം. ഈ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ നമ്മൾ നടന്ന് നമ്മുടെ ഫ്ലവർ ഡൂമിൻ്റെ പ്രവേശന കവാടത്തിലെത്തിയിരിക്കുകയാണിപ്പോൾ. അവിടെ നോക്കിയാൽ നമ്മുടെ കപ്പൽ ദൂരെ കാണാം. അനിർവചനീയമായ ദൃശ്യാനുഭവമാണ് ഈ ഫ്ലവർ ഗാർഡൻ, സിംഗപ്പൂരിലെ ഈ ഫ്ലവർ ഗാർഡൻ നമുക്ക് പകർന്നു തരുന്നത്. അപൂർവ പുഷ്പങ്ങളും സസ്യങ്ങളും ഒക്കെ അടങ്ങിയ ഈ ഫ്ലവർ ഗാർഡൻ ലോകത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ളതാണ്. ഒരു വലിയ ഡൂമിനകത്താണ്, ഗ്ലാസ് കൊണ്ടുള്ള ഡൂമിനകത്താണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. പല തട്ടുകളായി തിരിച്ചിട്ടാണ് ഈ ഫ്ലവർ ഗാർഡൻ ഒരുക്കിയിട്ടുള്ളത്. താഴെ നോക്കുമ്പോൾ അനേകം പുഷ്പങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുള്ള വലിയ ഗാർഡൻ താഴെ കാണാം. നമ്മൾ നിൽക്കുന്നതും അതുപോലെ തന്നെ വലിയൊരു ഗാർഡനിലാണ്. ഇങ്ങനെ പല തട്ടുകളിലായി തിരിച്ച് പല തരം പുഷ്പങ്ങൾ, ഓർക്കിഡ് അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള പുഷ്പങ്ങളൊക്കെ ആണ് ഈ പൂന്തോട്ടത്തിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇടയ്ക്കുണ്ട്. മനോഹരമായി എല്ലാം സജ്ജീകരിച്ചിരിക്കുകയാണ് ഇവിടെ. ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഫോട്ടോ പോയിന്റുകൾ, പലയിടങ്ങളിലും ഫോട്ടോ എടുക്കാനുള്ള പോയിന്റുകൾ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ചില കെട്ടിടങ്ങളും ഒക്കെ പണിഞ്ഞിട്ടുണ്ട്. കെട്ടിടങ്ങളുടെ രൂപങ്ങൾ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവിടെ. അവിടെ നിന്ന് നമുക്ക് പല പോസുകളിൽ ഫോട്ടോ ഒക്കെ എടുക്കാം. ആകപ്പാടെ നല്ല ഒരു വൈബുള്ള സ്ഥലം. വൈകുന്നേരം കൂടി ആകുമ്പോഴേക്കും അതിൻ്റെ മനോഹാരിത അങ്ങേയറ്റം വർദ്ധിക്കുകയാണ്. എന്ത് മനോഹരമായ പൂക്കളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കണ്ടതും കണ്ടിട്ടില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള അനേകം പുഷ്പങ്ങളെ പറ്റിയൊക്കെ എഴുതി വച്ചിരിക്കുന്നു. അതിൻ്റെ ചരിത്രമൊക്കെയുണ്ട്. അതെല്ലാം വായിച്ചും കണ്ടും അറിഞ്ഞും നമുക്ക് ഇങ്ങനെ അരിച്ചരിച്ച് മുന്നോട്ട് പോകാം. ഇടയ്ക്ക് അവിടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. രസകരമായ ഒരു അനുഭവം തന്നെയാണ് ഈ ഫ്ലവർ ഗാർഡൻ. ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ള സംവിധാനങ്ങളാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ ക്ലൗഡ് ഫോറസ്റ്റിലേക്ക്, അതായത് രണ്ടാമത്തെ ഡൂം. നമ്മൾ കപ്പലിൻ്റെ ഡെക്കിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ 2 ഡൂമാണല്ലോ കണ്ടത്. അതിൽ രണ്ടാമത്തെ ഡൂമാണ് ഈ ക്ലൗഡ് ഫോറസ്റ്റ്. അതായത് കൃത്രിമമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വനം, വെള്ളച്ചാട്ടം, ഇതൊക്കെയാണ് ഈ ക്ലൗഡ് ഫോറസ്റ്റിലെ കാഴ്ചകൾ. ഇതൊക്കെ കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. പൈപ്പിലൂടെ വെള്ളം താഴേക്ക് പതിക്കുന്നതാണ് ഈ വെള്ളച്ചാട്ടം. പക്ഷേ താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യില്ല. നല്ല മനോഹരമായ വെള്ളച്ചാട്ടമായിട്ട് തന്നെ, വാട്ടർഫോളായിട്ട് തന്നെ നമുക്ക് തോന്നും. അതിൻ്റെ താഴെ നിൽക്കുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ നമ്മുടെ പുറത്തേക്ക് ഇങ്ങനെ വീണ് നമുക്ക് നല്ല സുഖകരമായ ഒരു ഷവറിൻ്റെ കീഴിൽ നിന്ന് കുളിക്കുന്ന ഒരു അനുഭവമാണ് തോന്നുന്നത്. കൂടുതൽ അടുത്തോട്ട് പോകാൻ പറ്റില്ല, കാരണം നമ്മുടെ ക്യാമറയൊക്കെ, നമ്മുടെ ഫോണൊക്കെ നനയും. അതിനാൽ ദൂരെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ സാധിക്കും.
സിംഗപ്പൂർ എയർപോർട്ടിൽ തന്നെ ജ്വൽ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കൃത്രിമ വെള്ളച്ചാട്ടവും കൃത്രിമ വനവുമൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. പൊതുവെ പ്രകൃതി സ്നേഹികളാണെന്ന് തോന്നുന്നു മലേഷ്യ, സിംഗപ്പൂർ ആ പ്രദേശങ്ങളിലൊക്കെയുള്ള കാഴ്ചകളൊക്കെയും അതിൻ്റെ തെളിവാണ്. ഇവിടെ തന്നെ മനോഹരമായ കൃത്രിമ പുഷ്പങ്ങൾ അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. കൃത്രിമമാണോ എന്ന് സംശയമുണ്ട്. കണ്ടാൽ ഒറിജിനലാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒറിജിനലാകാം, പക്ഷെ അതിൻ്റെ വലിപ്പം കണ്ടാൽ നമുക്ക് ഇത് ഉണ്ടാക്കി വെച്ച കൃത്രിമമായിട്ടുള്ള പൂക്കളാണെന്ന് തോന്നും. ഏതോ അപൂർവ ഇനം പൂക്കളാണെന്ന് തോന്നുന്നു. ഇത് ഒരു ക്രിസ്റ്റൽ മൗണ്ടൻ എന്ന് പറഞ്ഞ ഒരു ഏരിയയാണ്. ഈ ഗാർഡനകത്ത് തന്നെ, ഈ ക്ലൗഡ് ഫോറസ്റ്റിനകത്ത് തന്നെ ഈ ചുണ്ണാമ്പ് കല്ല് ഉരുകയുണ്ടായിട്ടുള്ള ക്രിസ്റ്റൽ രൂപത്തിലുള്ള നല്ല ഭംഗിയുള്ള, നമ്മൾ കൃത്രിമമായി മെനഞ്ഞെടുത്ത അല്ലെങ്കിൽ കാർവ് ചെയ്തെടുത്ത രൂപങ്ങളാണെന്ന് തോന്നും. പക്ഷെ ഇതൊക്കെ പ്രകൃതിയിൽ നിന്നും അതേപടി കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതെല്ലാം കണ്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കപ്പൽ അങ്ങനെ ഇലിമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ. ഇനിയാണ് ഞാൻ പറഞ്ഞ മനോഹരമായ ആ കാഴ്ച വരുന്നത്. രാത്രിയായതോടെ വൈബെല്ലാം മാറി വളരെ സുഖകരമായ ഒരു തണുപ്പും അതിൻ്റെ കൂടെയാണ് ഇനി കാണാൻ പോകുന്ന അത്ഭുതകരമായ കാഴ്ച. നമ്മൾ രാവിലെ കണ്ട ആ വൃക്ഷരൂപത്തിലുള്ള ആ കമ്പി കൊണ്ടുള്ള വൃക്ഷങ്ങൾ അങ്ങനെ നിറങ്ങൾ നിറഞ്ഞ് നമ്മളെ മോഹിപ്പിക്കുകയാണ്. വളരെ സുന്ദരമായ കാഴ്ച. ഇത് അറിയപ്പെടുന്നത് സിംഗപ്പൂർ സൂപ്പർ ട്രീ ഷോ എന്നാണ്. സിംഗപ്പൂരിലെ സൂപ്പർ ട്രീ ഷോ. ഇത് വേറെ ലോകത്തെങ്ങും തന്നെ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപൂർവം കാഴ്ചകളിലൊന്നാണിത്. സിംഗപ്പൂരിൽ മാത്രം കാണാവുന്ന ഒരു കാഴ്ചയാണിത്. എന്തുമാത്രം വിനോദസഞ്ചാരികളാണ് ഈ കാഴ്ച കാണാനായിട്ട് രാത്രി ഇവിടെ ഒത്തുകൂടുന്നത്. ഓരോ ദിവസവും, പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളിലൊക്കെ ഇത് ഒരു 15 മിനിറ്റ് നേരം, 8 മുതൽ 8:15 വരെയാണ് ഈ ഒരു ഷോ നടക്കുന്നത്, സൂപ്പർ ട്രീ ഷോ. ഇത് കാണാൻ അനേകം ജനങ്ങളാണ് ആ സമയത്ത് അവിടെ തടിച്ചുകൂടുന്നത്. അടുത്ത ദിവസം രാവിലെ സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ബേഡ് പാർക്കിലേക്കാണ് പോയത്. സിംഗപ്പൂരിലെ പ്രശസ്തമായ ബേഡ് പാർക്ക്. സിംഗപ്പൂർ ഇഡ്ഡലി, വളരെ സോഫ്റ്റായ ഇഡ്ഡലി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സിംഗപ്പൂരിൽ പോയിട്ട് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ വളരെ സോഫ്റ്റായ ഇഡ്ഡലി കഴിച്ചു. പക്ഷേ സാമ്പാറിൻ്റെ കാര്യത്തിൽ അവതാളം. അത് ഒട്ടും ശരിയായിട്ടില്ല. അവർക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു. വെജ്, നോൺ വെജ് വിഭവങ്ങളുടെ നീണ്ട നിര തന്നെയാണ് രാവിലെ തന്നെ ഞങ്ങൾക്ക് സിംഗപ്പൂരിലെ ഹോട്ടലിൽ കിട്ടിയത്. വളരെ സ്വാദിഷ്ടമായ പ്രാതൽ കഴിഞ്ഞ് ഞങ്ങൾ ബേഡ് പാർക്കിലെത്തി.
അനേകം പക്ഷികളുടെ കളക്ഷനാണ് ഈ ബേർഡ് പാർക്കിലുള്ളത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത, നേരിൽ കണ്ടിട്ടില്ലാത്ത ആഫ്രിക്കൻ വനാന്തരങ്ങളിലും മറ്റും മാത്രം കാണുന്ന ഫ്ലമിംഗോ ഉൾപ്പെടെയുള്ള എല്ലാ പക്ഷിക്കൂട്ടങ്ങളും ഇവിടെയുണ്ട്. ഫ്ലമിംഗോയുടെ മനോഹരമായ കാഴ്ചയാണിപ്പോൾ കാണുന്നത്. അവയുടെ സ്വന്തം ഹാബിറ്റാറ്റിൽ അവയെ പാർപ്പിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ച. ആഫ്രിക്ക കൂടാതെ ഓസ്ട്രേലിയ, മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും, പല ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള പക്ഷികളുടെ എല്ലാ കാഴ്ചകളും ഇവിടെ കാണാം. ഓസ്ട്രേലിയയിലെ എമു, അതുപോലെ തന്നെ മറ്റ് പക്ഷികൾ, തത്തയുടെ ഇനങ്ങൾ, അമേരിക്കയിൽ നിന്നുള്ള പലതരം തത്തകളുടെ കളക്ഷൻ എല്ലാം ഈ ബേർഡ് പാർക്കിൽ നമുക്ക് കാണാം. അവിടെ ഒരു തത്ത എല്ലാവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് കൈവരിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഓരോ പക്ഷിയുടെയും കരച്ചിലുകൾ നമുക്ക് ഈ കൈകളിൽ ടച്ച് ചെയ്താൽ കേൾക്കാം. അത് വേറൊരു സംവിധാനമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. പെൻഗ്വിൻ കോവ്. പെൻഗ്വിനുകൾ, അന്റാർട്ടിക്കയിലും മറ്റും കാണുന്ന പെൻഗ്വിനുകൾ അതിൻ്റെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ സുഖമായി കഴിയുന്ന മനോഹരമായ കാഴ്ച. വലിയ വിശാലമായ ഒരു ഏരിയ അവയുടെ സ്വന്തം ആവാസ വ്യവസ്ഥ പോലെ ഒരുക്കിയെടുത്തിരിക്കുകയാണ്. ലോകത്ത് തന്നെ അപൂർവമായ പെൻഗ്വിൻ കാഴ്ചകൾ. നീന്തി തുടിക്കാനും കരയ്ക്ക് കയറി ഇരുന്ന് വിശ്രമിക്കാനും അവയ്ക്ക് പറ്റിയ രീതിയിൽ തന്നെയാണ് ഇവിടെ വിശാലമായ ഈ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അനേകം പെൻഗ്വിനുകൾ ഈ കൂട്ടിനകത്തുണ്ട്. ഒരു കൂടാണെന്നൊന്നും നമുക്ക് തോന്നുകയില്ല, അത്രയ്ക്ക് വിശാലമായ ഒരു സംവിധാനം. നമ്മളെവിടെയോ അന്റാർട്ടിക്കയിലോ മറ്റോ പോയതുപോലുള്ള ഒരു അനുഭവമാണ് ആ കണ്ണാടി കൂട്ടിനകത്ത് കാണുന്നത്. മാത്രമല്ല, ഈ പെൻഗ്വിനുകളെയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് സുഖമായിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ് പോലും അവിടെ ഒരുക്കിയിരിക്കുകയാണ്. എന്തെല്ലാം സംവിധാനങ്ങളാണ് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയ ചില മലേഷ്യൻ കാഴ്ചകൾ. മലേഷ്യയിലെ കിങ്സ് പാലസ് ആണിത്. അതിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് കുതിര പട്ടാളത്തിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇത് വാർ മെമ്മോറിയലാണ്, മലേഷ്യയുടെ വാർ മെമ്മോറിയൽ. അതിൻ്റെ മുന്നിൽ നിന്ന് എടുത്ത ഫോട്ടോകളൊക്കെയാണ് കാണിക്കുന്നത്. ഈ മലേഷ്യൻ കാഴ്ചകളോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ സിംഗപ്പൂരിലെ മറ്റ് കാഴ്ചകൾ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.